വെൽക്കം ബാക്ക് ടു അനദർ വീഡിയോ ഓഫ് ഗെയിമിങ്ങിൻ്റെ ഒരു പുതിയ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ബങ്കർ 22 എന്ന് പറയുന്ന പാർട്ട് 2 ആണ് ഗൈസ്. അപ്പോൾ നമ്മൾ പാർട്ട് 2 ബങ്കർ 22യുടെ പാർട്ട് 2 ആണ് നമ്മളിന്ന് കളിക്കാൻ പോകുന്നത്. നമ്മൾ കുറേ കളിച്ചു കേട്ടോ ഇതിനകത്ത്. മറ്റേ അത് നമ്മൾ ഇനിയും അതിൻ്റെ ഏറ്റവും ആദ്യം തൊട്ട് വേണമെങ്കിൽ വേണ്ടവർ കമൻറ്റ് ചെയ്യുക, അല്ലാത്തവർ നമ്മൾ സാധാ ഇതാക്കുന്ന പോലെ തന്നെ അങ്ങോട്ട് ചെയ്യുക. ഇനി യൂസ്ഡ് ഓക്കെ. അയ്യോ ഞാൻ പേടിച്ചു. ഇവിടെ സോംബികളൊന്നും ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. എന്തായാലും നമുക്ക് ചെയ്യാം. ഓക്കെ, ഓപ്പൺ ചെയ്യാൻ പറ്റില്ല എന്നാണ് പറയുന്നത്. അപ്പോൾ ഇനി നമുക്ക് അവിടെ ഇവിടെയൊക്കെ ഒന്ന് പോയി നോക്കിക്കഴിഞ്ഞാൽ എന്തെങ്കിലുമൊക്കെ കാണുമെന്നാണ് എൻ്റെ മനസ്സ് പറയുന്നത്. ഇവിടെ എന്താ? ഇങ്ങോട്ടൊക്കെ നമുക്ക് പോകണം ഗൈസ്. കുറേ പണിയുണ്ട് ഗൈസ് നമുക്കിവിടെ. സോ അപ്പോൾ നമുക്ക് ഫസ്റ്റ് തന്നെ നമ്മൾ ഇതെന്താ ഇത് നമുക്ക് ഇത് ചെയ്യണം. അതിനുവേണ്ടി ഇവിടെ ആയിട്ട് അതായത് ഈ സാധനം എടുത്തിട്ട് നമ്മൾ ഇതിങ്ങനെ മുറിക്കാതെ മുറിച്ച് കളയണം. ഇത് നമുക്കിവിടെ എന്താ ഇവിടെ ഇട്ട് ഇത് കൊടുത്തിട്ട് ഇവിടെ എന്തോ CD എന്തോ കൊടുക്കണം എന്നല്ലേ പറഞ്ഞു. നമ്മുടെ അടുത്ത് CD ഇല്ലേ? അതുകൊണ്ടല്ലോ നമ്മുടെ അടുത്ത് CD എന്ന് പറയുന്ന സാധനമൊക്കെ ഉണ്ട് ഗൈസ്. നമ്മളാരെ മോന് എനിക്ക് തീരെ ഇഷ്ടമല്ലേ വായിക്കുന്നത്. അപ്പോൾ ഓരോന്നും അങ്ങോട്ട് കൊണ്ടുപോകുന്നോളൂ. ഓക്കെ, നമ്മൾ സ്കാൻ ചെയ്തു. ലൈറ്റ് വന്ന്. ഓ മൈ ഗോഡ്, അത് ഭയങ്കര നല്ല ഒരു ഇതായിപ്പോയി. കാരണം അത്രയും ഞാൻ അവിടെ സോംബീസ് ഉണ്ടെന്നോ അമ്മോ. അവിടെ എങ്ങനെ ഓപ്പൺ ആയി കഴിഞ്ഞാൽ പിന്നെ നമ്മൾ ബ്ലേ ആവും ഗൈസ്. നമ്മളിവിടെ നേരത്തെ കറണ്ട് ഇല്ലാത്തതുകൊണ്ടാണ് തോന്നുന്നു ആ കമ്പ്യൂട്ടർ നമുക്ക് പ്രവർത്തിപ്പിക്കാൻ പറ്റാഞ്ഞത്. 1137 ആണ് ഗൈസ് ഇങ്ങോട്ട് അടിച്ചു കൊടുക്കേണ്ട നമ്പർ. ഇവിടെ മിക്കവാറും കുറേ സോംബികളുണ്ടാവും. ഇവിടെ ഞെക്കിയിട്ട് 137 അടിച്ചെടുത്തിട്ട് ഗ്രീൻ ഞെക്കിക്കഴിഞ്ഞാൽ അത് തുറക്കും. എന്തെങ്കിലുമൊക്കെ വരുമോ? വന്നു. ഇതാണ് എനിക്കിഷ്ടമില്ലാത്തത്. കുറേ വൃത്തിയായിട്ട് സോംബികളും ഉണ്ടാവും. ഇവിടെ എന്താ ചെയ്യണ്ടേ? ഇങ്ങനെ ഓക്കെ. നമ്മളിവിടെ എത്തിയിട്ടുണ്ട്. ഇത് തുറക്കാൻ പറ്റൂല. നമ്മൾ കയ്യിലുള്ള തോക്കെടുത്ത് കയ്യെ പിടിക്കുക, അല്ലെങ്കിൽ എല്ലാവരും വന്ന് നമ്മളെ കൊല്ലാൻ നോക്കും. നിൽക്കടി അവിടെ നിന്ന്. ഇതെന്താ ലൂക്ക? ഓക്കെ, എന്തോ കാർഡ് വേണമെന്നാണ് പറയുന്നവർ. എന്ത് പണ്ടാരമാണോ വേണ്ടത്? ഉണ്ട നമുക്ക് വേണം. ഇതാണ് തോന്നുന്നു കാർഡ്. ഉണ്ട എന്തായാലും കുറേ നമുക്ക് വേണം. അത് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആയിട്ട് അവനെ നമ്മളങ്ങനെ കൊന്നു ഗൈസ്. ഇനി നമുക്ക് എന്തിനാ ഈ കാർഡ്? ഇതിനാന്ന് തോന്നുന്നു. ഇവിടെ നമുക്കൊന്ന് സ്കാൻ ചെയ്യാം. നമ്മുടെ പേരുള്ള തന്നെ വെച്ച് കൊടുത്താൽ തോന്നുന്നു നമുക്ക് സ്കാൻ ചെയ്യാം. ഇതെന്ത് ഞാനൊന്ന് പേടിച്ചിട്ടോ. ഇവിടെ അത് തന്നെയായിരുന്നു ഓപ്പൺ. ഓക്കെ ഇവിടെ എന്തൊക്കെയൊക്കെ ഉണ്ട് ഗൈസ്. അപ്പോൾ നമുക്ക് ഇവിടെ ഉള്ളതൊക്കെ നമുക്ക് എടുത്തിട്ട് പോകണം. ഇത് എടുക്കണം. ഇത് വേണ്ട കേട്ടോ, ഇതൊന്നും വേണ്ട. ഇതെന്താ ടേൺ ഓഫ് ഓപ്പൺ? ഇതൊന്നും ഓപ്പൺ ആക്കി കഴിഞ്ഞാൽ ഇതിനൊന്നും കിട്ടൂല. ഇതൊന്നും ഓപ്പൺ ആക്കി ഇതിനൊന്നും കിട്ടുമൊന്നുമില്ല. നമ്മളതൊന്നും ഓപ്പൺ ആക്കുന്നില്ല. ഇതെന്താ ഓപ്പൺ? ഓക്കെ, ഓപ്പൺ. അപ്പോൾ നമുക്കിതെടുക്കാം, ടേക്ക് ചെയ്യാം. എന്നിട്ട് അയ്യോ അത് അടഞ്ഞോ? എന്തോന്നേ? ഇവിടേക്ക് എന്തൊക്കെയെങ്കിലും ഉണ്ടോ? എന്തേലും ഉണ്ടോ? നമുക്ക് ഇങ്ങോട്ട് തന്നെ കയറാം. ഇനി നമുക്ക് ഇവിടെ ആയിട്ട് ഒന്നും വെക്കാൻ പറ്റില്ല. ഇവിടെ ആയിട്ട് എന്താ വെക്കാൻ പറ്റുക? ഇതാന്ന് തോന്നുന്നു ഇവിടെ വെക്കേണ്ടത്. ഇനി അടുത്തതായിട്ട് ഇവിടെ ആയിട്ട് ഇത് വെക്കാം. ഓക്കെ, ഇനി അടുത്തെടുത്തിട്ട് വരാം. അത് തുറന്ന് വന്നടാ കുറേ സോംബി. എവിടെ നിന്ന് വന്ന്? സോംബികളെ കൊണ്ടൊരു സ്വൈര്യമില്ലല്ലോ. ഇനി അവിടെ ഒന്ന് പോയി നോക്കാം. ഇവിടെ എന്താ ഉള്ളതെന്ന് അറിയണമല്ലോ.
ഈ പണ്ടാര സോംബി. ഇതും എടുക്കാം. ഇനി നമുക്കിതൊന്ന് തുറക്കണം. അതിനുവേണ്ടി ക്രോബാർ എടുത്ത് യൂസ് കൊടുക്കാം. ഓക്കെ, നമുക്കിത് കിട്ടിയിട്ടുണ്ട്. യൂസ് ഒന്നുമില്ല. രണ്ടാമത്തെ തോക്കിലാണ് ഉണ്ട ഉള്ളത്. അതുകൊണ്ട് ഉണ്ട നമുക്ക് പ്രധാനം മുഖ്യബിക്കിലേ. ഇതിവിടെ ഒരു പെണ്ണ് കിടപ്പുണ്ട്. ആ പെണ്ണിനെ നമുക്ക് ആവശ്യമുണ്ട് കേസ് ഞാൻ പറയാം. എന്തിനാന്ന് ആവശ്യമെന്ന് ഞാൻ പറയാം. നമുക്കിവിടെ ആയിട്ടാണ് ഒന്ന് അടുത്ത് നോക്കേണ്ടത്. ഇവിടെയല്ല, ഇവിടെയാ നിൽക്കുക. നമ്മൾ സാധനം എടുത്തിട്ട് വന്നായിരുന്നോ? വന്നു കേസ് വന്ന് അവിടെ എടുത്തിട്ടുണ്ടാകും. ഇതായിട്ട് ഇവിടെ ആയിട്ട് ഇത് വെക്കണം. യൂസ് വെക്കണം. ഇവിടെ ആയിട്ട് എന്തോ വെക്കണം. അതിനായിട്ട് നമ്മൾ അവിടെ എവിടെയെങ്കിലുമൊക്കെ പോകേണ്ടി വരും. മിക്കവാറും അതായിരിക്കും എന്നാണ് എൻ്റെ ഒരു ചിന്താഗതികൾ. അപ്പോൾ എനിക്ക് ഓരോരോ ചിന്താഗതികൾ. ഇവിടെ ഒന്നുമില്ലല്ലോ. തുറക്കാൻ പറ്റൂലേ? ഇല്ല. ഇനി നമുക്ക് ഇങ്ങോട്ട് പോയിട്ട് ഇവിടെ എന്തെങ്കിലുമൊക്കെ നോക്കിക്കഴിഞ്ഞാൽ ഒരു കുന്ത്രാണ്ടോ ഇല്ല. ഇവിടെ ഒന്നുമില്ല. ഇവിടെ എന്തെങ്കിലും ഉണ്ട്? ഇവിടെ ഒന്നുമില്ല. ഇവിടെ ഒന്നുമില്ല. ഒരിടത്തും ഇല്ലല്ലോ. അതേമേ ഇവിടെ ഒന്നുമില്ല. ഇതെടുക്കാൻ പറ്റുമോ? എടുക്കാൻ പറ്റൂല. ഇവിടെ ഒന്നുമില്ല. നമുക്കത് കണ്ടുപിടിക്കണം എന്നാണ് അവർ പറയുന്നത്. നമ്മൾ ഇവിടെ ഇരുന്ന സാധനം എന്ത് ചെയ്യുക? അത് നമ്മൾ എടുത്തായിരുന്നു എന്ന് തോന്നുന്നു ഗൈസ്. നമ്മളവിടെ കൊണ്ടുവച്ചിട്ടുണ്ടോ? ഈ സാധനം എടുക്കാൻ പറ്റില്ല. ഇതൊന്നും എടുക്കാൻ പറ്റില്ല. നോക്കിയിട്ട് വരണം. നമുക്ക് നിന്ന് ഈ ഒരു സാധനമാണ് നമുക്കിന് വേണ്ടതെന്ന് പറയുന്നത്. ഈ സാധനം നമുക്ക് ഇവിടെ എവിടെയോ കിട്ടും. ഇവിടെയല്ല. ഇവിടെ എവിടെയൊക്കെ കിട്ടാൻ ചാൻസ് ഉണ്ട്. ഇത് ഞാൻ പറഞ്ഞില്ലേ. കാരണം അവിടെയായിട്ട് നമ്മളൊരു ലിക്വിഡ് പോലത്തെ ഒരു സാധനം അതുണ്ട്. ഇവിടെ. ഈ നമ്മൾ ഇതെടുത്തിട്ട് ഇത് യൂസ് കൊടുക്കാം. ഇനി നമുക്ക് ഇവിടെ ഒരു പെൺകുട്ടീനെ എന്തോ കൊണ്ട് കൊടുക്കണം എന്നാണ് പറയുന്നത്. ഇവളെയാണെന്ന് തോന്നുന്നു കൊണ്ട് കൊടുക്കണ്ട. ഇനി അവളെ നമുക്ക് ക്യൂർ ആക്കണം. വേറെ എന്താ പറയുക, പുട്ട് കൊടുക്കാം. ഇവളുടെ മോന്ത് എന്തെങ്ങനെ ഇരിക്കണേ? ഇത് സിറഞ്ച് വെച്ചിന് അവൾ നോർമൽ ആവുമെന്നാണ് തോന്നുന്നത്. അറിഞ്ഞുകൂടാ, നമുക്ക് നോക്കാം. നോർമലായി ഗൈസ്. നോർമലായി. ഇനി ഇവിടെ എടുത്തിട്ട് ഇനി എന്ത് ചെയ്യേണ്ടത്? പിക്കപ്പ് ദ പേഷ്യൻ്റ്. എടുത്തടാ. ലീവ് ദ ലാബോ? എങ്ങനെ ലീവ് ചെയ്യുക? ഇതിൽ കൂടെ ലീവ് ചെയ്യുക? അല്ല, ഇവിടെ എവിടെയാണ് എക്സിറ്റ് എന്തോ കണ്ടല്ലോ. എക്സിറ്റിലൂടെ അല്ല ലീവ് ചെയ്യുക എല്ലാവരും. ഓ മൈ ഗാഡ്. ഇവിടെ ഞെക്കിക്കഴിഞ്ഞാൽ ഇങ്ങോട്ട് പോയിട്ട് നമ്മൾ ഇത് ഞെക്കും. നമ്മളിങ്ങനെ ലീവ് ചെയ്ത് അപ്പോൾ നമ്മളങ്ങനെ ലീവ് ചെയ്യാൻ പോവുകയാണ് ഗൈസ്. ബഗ് ചെന്തുവാണ് ഡോറ. ബഗ് ചെന്തു ആണ് ഡോറ. ഇത് നമ്മൾ പോയില്ലേ? എത്താത്ത അതാ എന്താ അയ്യോ. എനിക്കിപ്പോൾ ലാഡിങ് ആണ് കാണിക്കുന്നത്. എന്ത് കഷ്ടമാണ് ഗൈസ് ഈ ലാഡിങ് എന്ന് പറയുന്നത്. സ്കിപ്പ്. ഇതെന്താ തോക്ക്? ഇവിടെ പുതിയ തോക്കൊക്കെ. എനിക്ക് തോന്നുന്നത് ഇവിടെ ആരോടെങ്കിലുമൊക്കെ ഫൈറ്റ് ചെയ്യേണ്ടി വരുമെന്നാണ്. മനുഷ്യനെ മെനക്കെടുത്താനായിട്ട് ഓപ്പൺ. നീഡ് പവർ വേണമെന്നാ? നമുക്കിത് പവർ കിട്ടാൻ വേണ്ടി ഇപ്പം നമ്മൾ ഈ ഒരു സാധനം എടുത്തിട്ട് പവർ കൊടുക്കാൻ പറ്റൂ. ഇത് നമുക്ക് ഓപ്പൺ ചെയ്യാം. നമ്മൾ എവിടെയോ വന്നെത്തിയിട്ടുണ്ട് ഗൈസ്. ഇതെന്താ? നമുക്ക് ഇങ്ങോട്ട് പോകാം.
കണ്ടാലും കണ്ടെത്തിയ ഇരം താരങ്ങൾ പൂത്തുവെന്ന് ഇവനൊക്കെ ആരെയും കണ്ട് കേട്ടിട്ടത് ആരും അറിയുന്നത് അത് ഇവരൊക്കെ ഉണ്ടല്ലോ. ഓക്കെ, ആദ്യം എന്താ ഇങ്ങോട്ടാ പോകേണ്ടതെന്നാണ് പറയുന്നത്. തുറക്കൂല ഈ തുറക്കൂലെന്ന് എന്താ ചെയ്യണ്ട അതിന്? ഇനി എന്താണ് ചെയ്യണ്ടാവോ? ഇതെടുത്തിട്ടേക്ക് ഇതിന് അതിനെന്ത് ചെയ്യണ്ടേ? ഇത് നമ്മളെവിടെ കൊണ്ട് പിടിപ്പിക്കണമെന്ന് തോന്നുന്നു. ഇത് പിടിപ്പിച്ചു കൊടുക്കാം. നമ്മൾ ആദ്യം ഇവിടെ പോകണം, പിന്നെ ഇവിടെ പോകണം എന്നാണ് പറയുന്നത്. അല്ല അങ്ങനെ കാണിക്കാന്ന് തോന്നുന്നു. അങ്ങോട്ടൊന്നും പോകണ്ടെന്ന് തോന്നുന്നു. ഇതാണ് എനിക്ക് ഒട്ടും ഇഷ്ടമില്ലാത്ത. കുറേ നേരെ തുടങ്ങിയിട്ട് മതി. ഇത് നമുക്ക് ഇതിൻ്റെ ഉള്ളിലേക്ക് പോകാം. ഇവിടെക്കാണ് കൊണ്ടത്. നമ്മളങ്ങനെ കണ്ടിന്യൂ തന്നെ കൊടുത്തിട്ടുണ്ട്. നമ്മൾ കുറച്ച് നേരം വെയിറ്റ് ചെയ്യണം എന്തെങ്കിലുമൊക്കെ. എന്താ ഇവിടെ കറണ്ട് ഇല്ലേ? ഇവിടെ കറണ്ട് ഇല്ലാത്ത എന്താണ് കുഴപ്പം? അവിടെ ഇവന്മാരെ പോലും ഉള്ളവരെയാണ് എനിക്കിഷ്ടമില്ലാത്തത്. തൂക്കിൻ്റെ ഉണ്ടയുണ്ടാവും ഇവിടെ. തോക്കുണ്ട ഉണ്ട്. ബാക്കി ഇതെടുക്കാം. ഇത്രയും ഉണ്ട് കിട്ടി. കുറേ ഉണ്ട് കിട്ടിയല്ലോ നമുക്ക്. ഇനി നമുക്ക് സൂപ്പർ ലാബ്. ഇതെന്തത്ര സൂപ്പർ ആവരിക്കണേ. അല്ല പിന്നെ കുറേ പേര്. ഇതെന്താണ്? ഡൈനോസറല്ല ഇതിനൊക്കെ എന്താ പറയാ? ഓക്കെ, ഇതെന്താ? കാർ കൊടുക്കാം. കാറല്ലേ കൊടുക്കണ്ട? ഇതാണല്ലോ കയ്യിൽ ഇത് അൺലോക്ക് നമുക്ക് അടുത്ത് കൊടുക്കേണ്ടത്. ഫസ്റ്റ് തന്നെ ഇത് ഈ 3 എണ്ണത്തിലും കയറി എന്തോ ചെയ്യണമെന്നാണ് പറയുന്നത്. നമുക്ക് ആദ്യം ഇങ്ങോട്ട് പോവാം. ഇങ്ങോട്ട് പോകുമ്പോൾ ഇതെന്തോ ഒരു കുന്ത്രാണ്ട് ഇവിടെ ഇരിപ്പുണ്ടാകും. എന്നിട്ട് നമ്മൾ അതിനെ കൊന്ന് ഉള്ളിൽ കീറണം. എന്തോ പറ്റിയത്? ഇതെന്ത്? യെസ്, ഇതൊക്കെ പൊട്ടിയെന്നാണ് കാണിക്കുന്നത്. അതാണ്. ഇതെങ്ങനെ പൊട്ടി വീണ് നമ്മൾ ഇതിനോട് ഫൈറ്റ് ചെയ്യേണ്ടി വരും. അതുകൊണ്ടാണ് ഇത്ര ഉണ്ടാകുന്നേക്കുന്നത്. അല്ലാതെ കൊണ്ടുവരില്ലല്ലോ. പിന്നെ കാണുമ്പോൾ തന്നെ പേടിയാവുന്നുണ്ട്. ഫൈറ്റ് ചെയ്യുന്നില്ല, ഭാഗ്യമുണ്ട്. സമാധാനമായി. പിന്നെ കാണുമ്പോൾ എൻ്റെ മോതിരം രണ്ടെണ്ണം കൊടുക്കാൻ തോന്നും. അല്ല പിന്നെ നമ്മൾ ഒന്നാമത്തെ കാര്യം കംപ്ലീറ്റ് ആക്കിയിട്ടുണ്ട്. ഇനി രണ്ടാമത്തത് ഇവിടെ ആയിട്ട് എന്തോ കാറുടെ എന്തോ വെക്കണം എന്നാണ് ഇവർ പറയുന്നത്. ഈ കാർ നമുക്കെടുത്ത് ഇനി എന്താണ് നോക്കി ഇന്നെന്താ ഇവനെ കൊണ്ടുവരാൻ പോണേ? എടാ നിനക്ക് വേറെ പണിയില്ലേ ഇടവൂ? ഇവനെ കൊണ്ടുവന്ന് എന്താ വാട്ട് ഹാപ്പൻഡ്? അത് പൊട്ടിത്തെറിച്ച ലാബ് പൊട്ടിത്തെറിച്ച്. ഇതെന്താ ഇവിടെ? ഓക്കെ, പൊട്ടി. ആ ലാബ് മൊത്തം പൊട്ടിത്തെറിച്ച് പോയി ഗൈസ്. ഓ മൈ ഗോഡ്, പൊട്ടിത്തെറിച്ച്. അപ്പം നമ്മൾ ആ ലാബ് മൊത്തം നമ്മൾ പൊട്ടിച്ചിട്ടുണ്ട്. ഓ മൈ ഗോഡ്, പങ്കർ 22. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ ഗൈസ്. ഇത്രയും വരെ നമ്മളിപ്പോൾ കുറേ പസിൽ അങ്ങോട്ട് സോൾവ് ചെയ്തിട്ട് മതി. ഇനി ഇത്രയേ ഉള്ളൂ. അപ്പോൾ എല്ലാവർക്കും ബൈ. അപ്പോൾ നമുക്ക് ഇനി അടുത്ത വീഡിയോ ആയിട്ട് കാണുന്നവരെ